നിന്നെ എനിക്ക് വേണം പാർവതി. നിന്റെ മുന്നില് എന്റെ മനസ്സ് തുറക്കാൻ പലതവണ ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. നിന്റെ അമ്മയോടും ചേച്ചിയോടും ഞാൻ ഈ കാര്യം തുറന്നു പറയാൻ ശ്രമിച്ചു, അത് നടന്നില്ല. ഏതോ ഒരു ഗന്ധർവൻ നമുക്കിടയിലേക്ക് വന്നോടെ നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടിയിലായിരുന്നു ഞാൻ. അതുകൊണ്ടാ എന്റെ ഇഷ്ടം, എന്റെ പ്രണയം ഞാൻ നിന്നോട് തുറന്നു പറയുന്ന. ഐ ലവ് യു പാർവതി. നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം. പാർവതി എന്താ ഒന്നും പറയാത്ത? പാർവതിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഏത് പെണ്ണിനാ കൈലാസ് സാറിനെ ഇഷ്ടപ്പെടാത്തത്? ഒരു വിഷമം വരുമ്പോ എല്ലാവരും ദൈവത്തെ വിളിക്കും. ഞാൻ മനസ്സുകൊണ്ട് വിളിക്കുന്ന ദൈവത്തിന്റെ മുഖ കൈലാസ് സാറിന്. കൈലാസ് സാറിന്റെ അതേ രൂപം എന്റെ ദൈവം എന്നോട് ഇഷ്ടാന്ന് പറയുമ്പോ, കല്യാണം കഴിക്കാൻ ഇഷ്ടാന്ന് പറയുമ്പോ എനിക്ക് സമ്മതമല്ലെന്ന് പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സാറിനെ എനിക്കിഷ്ടം. സാർ ആവശ്യപ്പെട്ടാൽ സാറിന്റെ കാൽക്കൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഹേമന്തമൻ കൈക്കുമ്പിളി തൂങ്ങിലാക്കുമീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാൻ. എന്തേത്? നീ എന്നോട് ആദ്യമായി ചോദിച്ചു വാങ്ങിയ സമ്മാനം. മിഞ്ചി. ഇത്രയും കാലം നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയില്ല മഞ്ജു. ഇനി ഒരിക്കലും എന്നെ വിട്ടു പോകരുത്. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല മോളെ, അമ്മ വീഴാൻ പോയപ്പോ അച്ഛൻ പിടിച്ചതാ. ആണോ? എനിക്ക് ഉറങ്ങുമ്പോ വീഴോന്നുള്ള പേടിയാ. നമ്മളിന്ന് കോടതിയിൽ പോയിരുന്നെങ്കിൽ നമ്മുടെ മോന്റെ ഈ സന്തോഷം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇല്ല, ഇന്ദ്രേട്ടൻ വിളിച്ചപ്പോ ഞാൻ കൂടെ വരാൻ തയ്യാറായത് പോലും വിച്ചുമോനെ ഓർത്തിട്ടാ. അച്ഛന്റെ അമ്മയുടെയും കൂടെ കഴിയേണ്ട അവന്റെ നല്ല ബാല്യം നഷ്ടപ്പെടേണ്ടെന്ന് ഓർത്തിട്ടാ. അപ്പോ നമുക്ക് ഈ യാത്ര നമ്മുടെ മോന് വേണ്ടി ജീവിതാവസാനം വരെ കൊണ്ടുപോകാം അല്ലേ? നോക്കട്ടെ, തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പൊ എരിവ് മാറിയോ? മാറി മാറി. ഇല്ലില്ല, മാറിയിട്ടില്ല. ശരി, ഒന്നുകൂടി മാറ്റിത്തരാം.
ഇപ്പൊ എരിവ് മാറിയില്ലേ? ഇല്ല, എരിവ് ഇനിയും ബാക്കിയുണ്ട്. ഇനി എരിവുണ്ടോ? എങ്കിലേ ഒരു കാര്യം ചെയ്യും മോന്, ആ ഇരിക്കുന്ന സാമ്പാർ കോരി കുടിച്ച് എരിവങ്ങ് മാറ്റിയാ മതി കേട്ടോ. കരയും കടലും നെഞ്ചത്തിലാടി ഇത് വേണ്ട വേണ്ട, നീ പറയുന്നത് കേൾക്ക്. എനിക്ക് ഇപ്പൊ തന്നെ എരിവ് മാറ്റി തന്നിട്ട് പോയാൽ മതി. അവിടെ പകൽ പൂരം കാണാൻ ഇവളോടൊപ്പം കൂടി നല്ലോണമാടാനായി കൊതിയുള്ളോളാണ്. ഈ തണുത്ത മൺചുരങ്ങൾ ഇതുവഴി മെല്ലെ വന്നൊരുന്ന തന്ന കരൾമിഴിയേ എന്നെ നീ തൊട്ടുവോ സാഹിബ. ഈ കടുത്ത മൺചുരങ്ങൾ ഇതുവഴി മെല്ലെ വന്നൊരുമ്മ തന്ന കരളിയേ. നമുക്ക് ആമി ചേച്ചിനോട് പ്രതികാരം ചെയ്യണ്ടേ? പ്രതികാരോ? വാ 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 വാ. പ്രതികാരോ? അതെ, പ്രതികാരം. എന്ത് പ്രതികാരം? എന്താ അതി ഇത്? എന്തേ കാണിക്കുന്ന? എന്താ അതി? ആരെല്ലാം കാണും? കാണട്ടെ, കാണാൻ വേണ്ടി തന്നെയാ. നമ്മൾ ആരെയെ പൂജയെ പേടിക്കണ്ടേ? നിയമപരമായിട്ട് വിവാഹം കഴിച്ചവരെ നമ്മള്. ഒരാളെ നോക്കേണ്ട കാര്യം നമുക്കില്ല. പോട്ടെ.